ബാബുവിന് ബിൽഡിംഗ് ഇല്ല. കല്യാണം എന്താ നിന്റെ ഓരോ കഴിവുകളെ പറ്റി പണ്ടത്തെ നിന്റെ കുൽസിതങ്ങളും കഴിവുകളെ പറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീയും ടൈഗായിട്ടുള്ള എനിക്കറിയാം അത്യാവശ്യം കല്യാണത്തിന് ചേട്ടന്റെ പേര് പിരിച്ച കുറെ പൈസ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ആളിയ കണ്ണാപ്പിയുടെ യൂട്യൂബ് ലൈവ് എടുത്തിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സൂപ്പർ ചാറ്റ് ചെയ്ത് ബാബുവിന്റെ സംരംഭം പറയല്ലേ ഇത് എല്ലാം ഞാൻ വിട്ടു, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങി. ഇത് എന്റെ സംരംഭം. ബാബു നീ ഇങ്ങനെ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ ബാബു? ഇങ്ങനെ നീ ഒന്നാമത് നീ ഒരു പണക്കാരനായിക്കൊണ്ടിരിക്കും. 20 സ്ഥലത്ത് 20 ഉണ്ടെങ്കിൽ എവിടെ ഇത് എവിടെ നിൽക്കണം? ആ കണ്ണാപ്പിയുടെ ലൈവിൽ പിൻ ചെയ്ത് ഓക്കെ 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 ഓക്കെ. ഇതില് വലിയ എമൗണ്ട് ആണല്ലോ. 40 രൂപ ഉണ്ട്. ഓക്കെ അളിയാ അതൊക്കെ എച്ചിത്തരമാണ് അളിയാ. 40 ഈ സ്ക്രീനിൽ കുറച്ചു നേരം 400 ചെയ്യും. സ്ക്രീനിൽ കാണിക്കണമെങ്കിൽ സ്ക്രീനിൽ കുറച്ചു നേരം കിടക്കണ്ട. 500 ചെയ്താൽ കറക്റ്റ് സ്ക്രീനിൽ കിടക്കും. അപ്പൊ ഈ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് സ്ക്രീനിൽ വരുമോ? മേലെ ഒന്ന് കാണിച്ചിട്ട് കാണിക്കും. പിന്നെ ടോപ്പ് ഇത് കാണിക്കുന്നില്ല. ടോപ്പ് അതെന്താ കാര്യത്തെ? അത് വരൂടാ, 2 മിനിറ്റിൽ ഒരിക്കൽ വന്ന് കാണിച്ചിട്ടും ഫുൾ ടൈം നിന്ന് കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു പോകുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ചെയ്ത് വെച്ചിരിക്കുക, ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുക. 2 മിനിറ്റ് കൂടുമ്പോ അത് വന്ന് കാണിക്കും. ഞാനപ്പോ ഇനി യൂട്യൂബ് വരാം എല്ലാ ദിവസം. എടാ ഇത് 10 രൂപയാടാ ഇത്? 11,000 രൂപ. 11,000 രൂപ. 11,500. ഇത് അപ്പം തിങ്കളാഴ്ച കിട്ടും അവന്. ഓട് എന്തോ ചീത്ത ചെയ്തിട്ട് താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ് അനോണിമസ് ബ്രോ. അബി ബ്രോ താങ്ക് യു സോ മച്ച് 40 സൂപ്പർ ചാറ്റ്. 2 രൂപ കേട്ടില്ല അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല അവിടെ പേര് ടൈപ്പ് ചെയ്തില്ല. അനോണിമസ് ഞാനാ അനോണിമസ്. എന്റെ പേര് നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പേരില്ല. ചന്ദ്ര 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 ചേട്ടാ ഞാനത് ഒരു വേറെ വല്ല സിറ്റിയിലും ചേട്ടാ വേറെ സിറ്റി പോവാനാ. ഞാൻ വല്ല കൈലാസത്തിലെ കാണാൻ പോയിരിക്കാൻ പോകുന്നത്. കൈലാസോ മരിക്കാൻ പോണോ? ഇത് കേറാനും പറ്റുന്നില്ല. നിങ്ങൾ ടർഫ് കളിക്കാൻ പോണോ ഇന്ന്? ഞാൻ ടർഫിലൂടെ ലൈവ് ഇല്ലേ ഇന്ന്? ലൈവ് ഉണ്ട്. സ്പെക്ക് ചെയ്യുന്നതേ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് OG ഡ്രസ് ഇടണെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് 2 രൂപ സൂപ്പർ ചാറ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. 2 അനോണിമസ് 200 വെച്ച് അയച്ചിട്ടുണ്ട്. ഇതിലേതാ ഓട് കൊണ്ടേന്ന് അയച്ചേക്കുന്നത്? ഓടുപോയി. ബാബുശേട്ടാ അത് അപ്പൊ ബ്ലോക്ക് മറ്റേ വേർഡ്സ് ബാൻ ആവുന്നുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ബാൻ ആവും. അത് മാത്രമല്ല ആരാ ചെയ്തെന്ന് കണ്ടുപിടിച്ച് അവനെ തിരിച്ച് തള്ളക്കും വിളിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അത് കൊള്ളാം. അങ്ങനെയുണ്ട്. സെറ്റ് ചെയ്യാൻ കണ്ണാപ്പി നമ്മുടെ ചാറ്റിൽ കയറി എടുത്ത് നമ്മളെ നിന്റെ പ്രോഫിറ്റ്? എന്റെ പ്രോഫിറ്റ് ഒരുപാടുണ്ട് ചന്ദ്ര. ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ കണ്ണാപ്പിക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ബാബു. ഞാൻ പാർട്ണറാണ്. ബാബു ഇതേ സെറ്റ് ആയിട്ടെ. അല്ല ഇത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. 5% ഷെയർ എനിക്കാണേ. ഷെയർ വിറ്റ് നീ ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്ന നിനക്ക് ഒരു 3 വാങ്ങിക്കായിരുന്നു. മനാഫ് ബ്രോ AD ഒക്കെ ചെയ്യാൻ വരുന്ന കണ്ടുപിടിക്കുന്നു. എന്തോ മനഃപൂർവ്വം എന്താ പറഞ്ഞ? AD ഒക്കെ ചെയ്യാൻ പറ്റുന്ന സെർവർ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അതെല്ലാം റെഡിയാക്കാൻ മനാഫ്രോ ഒന്നും ഒരു സീനുള്ള കാര്യമല്ല. ചെറിയൊരു സാധനം കിട്ടിയാൽ മതി. നമുക്ക് അതും കൂടെ കൊണ്ടുവരാം ഇതില്. അത് അടുത്ത ഇതില് എടാ ഇതാണ് ടെസ്റ്റിംഗ് ആടാ. ഇന്ന് കഴിഞ്ഞ ചന്ദ്ര ഇത് വർക്കായി തുടങ്ങിയില്ലേ? ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അത് ഇതില് കൊറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണ്ടോ. ഇതിപ്പോ നോർമൽ സെർവറിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കണേ. അതിപ്പോ ട്രാഫിക് കൂടുതൽ വന്നാൽ ചിലപ്പോ എടാ ബാലിന്റെ ഫോട്ടോ നീ എവിടെയും കാണിച്ചായിരുന്നു? ഫോട്ടോ എന്തായാലും അല്ലെ ബാലിന്റെ മുടി താഴെ വേണ്ട. താഴെ ബാല ഇരിപ്പുണ്ടല്ലോ. അതാ സംഭവം. അവനെ വലിയടാ ഇങ്ങോട്ട്. എടാ ചന്ദ്ര അപ്പൊ സിറ്റി കേറിയിട്ടേ ഇല്ല നീ? അവനെ വലിയ ഒരു
ഡേ ബാല കേറിയിട്ടില്ല സിറ്റിയില്. ബാല നിന്റെ പേര് മാറ്റി DP മാറ്റിട്ട് വേണം ഇനി VC വരാനേ. ഡേ ബാല ഡേ പേരും VC ഈ ഫോട്ടോ എല്ലാം മാറ്റണേ. ഇത് ഒന്ന് ഇതൊക്കെ മാറ്റിട്ട് പറഞ്ഞാലേ കൊറേ PR കൂടുതൽ. നീ ഇടക്കിടക്ക് വരുന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്ത് വേണോ വാങ്ങിച്ചു തരാം ബ്രോ. അങ്ങ് ഇറക്കാനുള്ള കാശ്. Anonymous bro, thanks for 40 rupees. 20 bro, thanks for 10 rupees. Anonymous bro, thanks for 10 rupees super chat. എടാ ഈ മ്യൂട്ട് എടാ ഈ പുഷ്ടിലൊക്കെ ഇട്ടറാ ഇങ്ങനെ വായിക്കുമ്പോ അത് ഞെക്കിവായി. എടാ ഇത് ചന്ദ്ര ഇത് സിറ്റി ഫുൾ ഓഫ് ആയിരുന്നോടാ, കേറിയിട്ടേ ഇല്ല. ഇല്ല ഏട്ടാ കേറില്ല. ഓ ഇവിടെ തുടങ്ങി. അല്ല വലം കഴിച്ചായിരുന്നോടാ. എടാ എന്റെ മൈക്കിന് എന്തൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ് ചേട്ടാ? മൈക്കിങ്ങതാ ചേട്ടനാ മൈക്കിന്റെ വല കഴിച്ചായിരുന്നോടാ. പിന്നെ കഴിച്ചില്ല. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കും. മൈര ഇനി വെള്ളം അടിച്ചിട്ട് ചക്കര പോയിട്ട് ഉമ്മാന്നും പറഞ്ഞ് വാ നീ. അയ്യോ ഞാനതൊക്കെ നിർത്തിയിട്ട് എത്ര കാലമായി ചോദിക്കണ്ട. എന്തായി പറയുന്നത്? നമ്മളെ പോലെ ഒരു മാസമായി വാലിനും. ഒരു മാസം ഞാൻ ചേട്ടന്റെ കല്യാണത്തിന് ഇത് മറ്റേ ഞാൻ നോക്കിയത്തേക്ക് ബാല ഒറ്റയ്ക്ക് സംസാരിക്കണം വാഴയുടെ അടുത്ത്. അല്ല ഞാൻ പറയാം ബാല നിന്നെ ഉണ്ടല്ലോ അടുത്ത ദിവസം കാണാൻ ആശുപത്രിയിലെല്ലാം കൊണ്ട് ചെന്ന് നിന്നെ വല്ല കുത്തിയിട്ടിരുന്നത് നിന്റെ കയ്യിൽ കുത്തിയ അപ്പഴേ ബെക്കാടി ചെറുതിനകത്തൂടെ ബെക്കാടി ലെമണായിരിക്കും ഇങ്ങനെ വരാൻ പോണം. അല്ലാതെ ഇത് വരുന്നത് ചോര വരൂല. വയറിഞ്ഞ് കുടിക്കറാ. എന്റെ അടുത്ത് ബാലം പറയും ഞാൻ ബാല ഒറ്റയ്ക്ക് സംസാരിക്കും. ബാലം എന്താ ഞാൻ വാസനോട് സംസാരിച്ചോണ്ടിരിക്കണം. ഒരാളൊരു ബഗ് കണ്ടുപിടിച്ചേട്ടോ. അത്രയ്ക്ക് ബോധമില്ല. നോക്കിയേ, അതായത് നമുക്ക് 20 രൂപ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. അതിന് പകരം അവൻ ആ മെസ്സേജ് അവന്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് കഴിവേറി. അതെന്തൊരു ബഗ്? അതെന്തൊരു ബഗ്? അത് പറ്റൊന്നുമില്ല. അത് ബഗ്ഗല്ല, അതൊരു ലൂപ്പ് ഹോളാണ്. ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ അത്? അവൻ അങ്ങനെ എല്ലാവരും പേര് ചങ്ങാതി കൊള്ളാം എന്തായാലും. അവിടെ അപ്പൊ ഇന്ന് സിറ്റി കയറാൻ പറ്റില്ല. ഈ സിറ്റിക്ക് വെച്ചാണ് ടർഫ് നമ്മുടെ ഈ മെയിൻ സിറ്റിക്ക്. ചന്ദ്രൻ നീ ടർഫ് കളിക്കുന്നുണ്ടോ? ഇല്ലല്ലേ ഞാനില്ല. എന്റെ അടുത്ത് നിർബന്ധിച്ചളിയാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ലെ പ്രാക്ടീസ് മെസ്സേജ് പറ്റൂല ക്യാമറ പറ്റൂല എന്ന് കളി ബാക്കിയുള്ള ആരും കളിക്കുക. പണ്ട് നമ്മളൊക്കെ പറഞ്ഞ ചാറ്റിൽ കോളിലൊക്കെ ആയിരിക്കും. അല്ല അതിന് ഓർമ്മയില്ല പണ്ട് ചന്ദ്രന്റെ ബിൽഡിങ്ങിലെ കണ്ണാപ്പിയുടെ ബിൽഡിങ്ങിലെ ആളല്ലെന്ന് ശരിയാണ് ഇത്. കാരണം ഐക്കോണിക് ആയിട്ട് 2 ബിൽഡിംഗ് സൃഷ്ടിച്ചത് നമ്മളുണ്ട് കാണാം. ചന്ദ്രന്റെ ബിൽഡിങ് കണ്ണാപ്പിയുടെ ബിൽഡിങ്. തന്നേ ഉള്ളൂ എടാ. ആരും ഒരിക്കലും വരൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ നിനക്കൊക്കെ ആ ബിൽഡിംഗ് കയറ്റി ഒറ്റ ഇരുത്തിയിരുന്നേ. പക്ഷെ അവിടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുഷ് ചെയ്തത്. എന്റെ ബിൽഡിങ്ങിന്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ പുഷ്. അറിയാം നീയൊക്കെ അവിടെ ഇരിക്കുന്ന ഈസി പിക്കാന്ന്, അതുകൊണ്ടാ പുഷ് ചെയ്തേ. അല്ലാതെ ഇപ്പൊ ഒരു ബിൽഡിംഗ് ബാബുവിന് ബിൽഡിംഗ് ഇല്ല. ടർഫ് കയറ്റിട്ടില്ല. മണി ടർഫിൽ ബാബുചേട്ടൻ ഏത് മണി ടർഫ് കളിച്ചതെന്ന് പറഞ്ഞേ. ഓർമ്മയില്ല. ഒറ്റ കാര്യം ഒറ്റ കാര്യം ബാബുവിനെ ഫ്രണ്ടിന് ക്ലോൺ ആയിട്ട് വിടാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഓടാൻ വേണ്ടിട്ട് വിടുവരുത് നമ്മള്. ടർഫ് കൊണ്ട് തുടങ്ങി എന്നാടാ പറയാം. നീയൊക്കെ ടർഫ് എന്താ കണ്ടു തുടങ്ങിയേ? എടാ ചന്ദ്ര ഞാൻ വാലറന്റ് കളിക്കണം കേട്ടോ. വാലറന്റ് ടൂർണമെന്റ് വെക്കാൻ പോണോ? ഉറങ്ങിയേട്ടാ ആളുറങ്ങിയേ. സമയമില്ലായിരുന്നു, മനസ്സിലായില്ലേ? അവൻ ഒറ്റയ്ക്ക് മോളിൽ പോയിരിക്കുന്നു. ചന്ദ്ര എന്ത് ഞാൻ കളിച്ച കളിയൊക്കെ കാണണമെങ്കിൽ എന്റെ യൂട്യൂബ് ഷോർട്സ് നോക്കണോടാ. എല്ലാം ഉണ്ട്. ഈ ചിരിച്ചോണ്ടിരിക്കുന്ന എല്ലാത്തിന്റെ ഫോട്ടോ അതിലുണ്ട്. ഇപ്പൊ ഇടാറില്ലേ ബാബു? ബാബു ഇപ്പൊ ഷോർട്സ് ഇടാറില്ലേ?
എടാ ഞാൻ കേറാറില്ല ചന്ദ്ര. ഞാൻ ലാസ്റ്റ് കേറിയപ്പോഴും നിന്നെ വെട്ടി ഒരു 1 മില്യൺ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് ചന്ദ്ര. ഒരു 1 മില്യൺ എടുത്ത് നോക്ക്. എടാ ചന്ദ്ര എന്താട്ടാ നീ വാലറിന് നിർത്തിയോടാ? കുറച്ചാളായിട്ടാ കളിച്ചിട്ട് കളിക്കാം. അഭിഷേക് ഇത് നോക്കിയേ, നോക്കിയേ, എവിടെ ഇത് നോക്ക്, ഇത് നോക്ക്, അടിച്ച് കത്തിപ്പോയാ? ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്. എടാ ഇങ്ങനെ കാണിക്കുമല്ലേ? ആ ഇങ്ങനെ നടക്കും. 2000 ചെയ്ത വാസണ്ണന് മറ്റേ സ്വർണവും തകിടും കൂടെ ഒരുമിച്ച് പാതി തകിട്. 6000 ചെയ്തതിന് ഫുൾ സ്വർണം. ഇതിപ്പോ വന്നതാ ജോക്കർ ബ്രോ. ചർച്ചേട്ടാ ബാബുഷേട്ട് ഡേവിസ് ഒക്കെ കളിച്ചിട്ട് ഓർമ്മയുണ്ടോ ബാബുഷേട്ട്? മണി ട്രോഫി ഇല്ലാത്തുള്ള ഡേവിസ് ഇറങ്ങി കാണൂലല്ലേ? എടാ പോടാ, ഞാൻ കളിക്കാത്ത ടർഫ് ഒന്നുമില്ലടാ കണ്ണാപ്പി. ഇവൻ ഭയങ്കര കളിക്കാരൻ. ഏത് ടർഫിലാണ് ബാബുഷേട്ട് കളിക്കാത്ത? ഞാന് ഒരുപാട് കളിക്കാത്ത ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്തായാലും 15 പേരുണ്ടായിരുന്ന സമയത്ത് കളിക്കാൻ വേറെ ആളില്ലാത്തപ്പോ ഞാൻ തന്നെ കളിച്ചേ. അത് ആളില്ലാത്തോണ്ട് ആളെ അതുകൊണ്ടല്ലേ നമ്മൾ വേറെ ആൾക്കാരെ എടുത്തേ അന്ന്. അത് നിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരാളെ എടുക്കുന്നേ. എന്റെ അടുത്ത് പറഞ്ഞ പക്ഷെ ആളെ എടുത്തോണ്ടിരുന്ന കണ്ണാപ്പി. അത് നീ മനസ്സിലാക്കണം. നമ്മൾ പണിക്ക് ആളെ വിളിച്ചോണ്ട് പോവാ. 14 മലയാളികളെ കണ്ട് 15 പേരെ വേണം. ഒരു ബംഗാളിയെ കണ്ട അവനെ എടുക്കൂലേ നമ്മള്? അതെ, എന്നിട്ട് ആ ബംഗാളിയുടെ കാറ്റഗറി പോലും നിന്നെ കൂട്ടിയിട്ടില്ല കണ്ണാപ്പി. നമ്മൾ ആവശ്യത്തിന് പിക്കൊക്കെ എടുക്കുന്നവരാണ്. നമ്മൾ പിക്ക് മനസ്സിലായി, നിന്നെ ആ കൂട്ടത്തിൽ പോലും കൂട്ടിയിട്ടില്ല. നമുക്ക് സംസാരിക്കാം. ഏത് പിക്കെടുത്തു? നിന്നെ ഇപ്പൊ ഒരു ലൈനപ്പിൽ ഇറക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ ഇപ്പോഴത്തെ അടിക്കുന്ന പിള്ളേരെ ഇരിക്കുമ്പോ? എന്തായാലും ബാബുഷേനെ അടിച്ചിറക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോഴും ഉണ്ട്. ഓ നീ ഒരു കാര്യം ചെയ്യ്, നീ അടിച്ചുറക്കാൻ വേണ്ടി വാലുവിലും വല്ലതും വാ. നീ സ്ഥിരം കളിക്കുന്നത്. എനിക്ക് GTA ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വെടിവെച്ച് കഴിവ് തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല GTA-ല്. എന്റെ ആവശ്യത്തിനോടുള്ള കഴിവ് ഞാൻ ഒരുപാട് എനിക്ക് ചെയ്യാൻ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഈ ചിരിച്ചോണ്ടിരിക്കുന്നവന്മാര് ഓരോരുത്തന്മാരും എന്റെ കണ്ടിട്ട് അത് കുനിഞ്ഞു നിന്ന് തന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് കണ്ണാപ്പി എനിക്ക് അതിൽ യാതൊരു സങ്കടമില്ല കണ്ണാപ്പി. നീ വേണമെങ്കിൽ ഒരു വല്ല വാലോയോ അല്ലെങ്കിൽ PUBG-യോ ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്ന വല്ല ഗെയിമും വിളിച്ചിട്ട് നീ വാ, നമുക്ക് കളിക്കാം. എന്താ ബാബു സീരിയസ് ആവണം എങ്ങനെ? അളിയാ സീരിയസ് ആവണമെന്നോ അല്ലടാ. അവർ തമാശ തമാശ സെൻസിലേക്ക് എടുക്കുക ആവശ്യമായിട്ട്. അത് ഇങ്ങനെ ചുമ്മാ അതിങ്ങനെ ഇതായിട്ട് എടുക്കാതെ ആവശ്യം. ബാബു ടച്ച് ഔട്ട് അല്ലടാ കണ്ണാപ്പി. അത് മാറി ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങനല്ലേ? അതൊക്കെ അത്രേ ഉള്ളടാ. ടച്ച് ഔട്ട് ആവാൻ ചന്ദ്ര എടാ, ഇനി എത്രയൊക്കെ ടച്ച് ഔട്ട് ആയാലും ചന്ദ്ര RP-യിൽ വരുമ്പോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഫോമിലടാ ചന്ദ്ര. നിന്നെ മാത്രം മതി ചന്ദ്ര. നീ മണ്ടനാണോ ചന്ദ്ര? ലാസ്റ്റ് നിന്നെ ഊക്കി ഞാൻ റീലായിട്ട് കൊളാബിട്ടപ്പോ നീ അക്സെപ്റ്റ് ചെയ്യാൻ ചിരിക്കല്ലേ കണ്ണാപ്പി? നീ സൈഡ് പറഞ്ഞ് വിചാരിക്കാൻ കണ്ണാപ്പി കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഇല്ലാത്തതാണ് നിന്നെ കളിയാക്കാത്ത. മനസ്സിലായ പൊട്ടാ? മനസ്സിലാടാ? മനസ്സിലാക്കി ചന്ദ്ര സീരിയസ് ആണോ? എന്തിനാടാ നീ എന്തിനാ സീരിയസ് ചന്ദ്ര? ഞാൻ ഇറങ്ങണേ, തെറിയൊക്കെ വിളിക്കല്ലേ ചന്ദ്ര? ഞാറാണ് ചന്ദ്ര വേറൊരു കഥ കൂടെ പറയാനുണ്ട് എനിക്ക്. ഒരു മിനിറ്റ് പറയാക്കട്ടെ. നമ്മളെ പണ്ട് ചന്ദ്ര നിന്നെ ഒരു ഇൻ ഗെയിമിൽ റേഡി പിടിച്ച ഓർമ്മ ഉണ്ടാലൊക്കെ? ഇല്ല ഓർമ്മയില്ല. അപ്പൊ നീ ഇറങ്ങി കഥ ഞാൻ ഇവിടെ ഇവർക്ക് പറഞ്ഞു കൊടുത്തോട്ടെ. പറയാക്കട്ടെ. പറ. ഇല്ല അങ്ങനെ നിന്നെ വേരോടെ നശിപ്പിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല ചന്ദ്ര. അവിടുത്തെ കാശൊക്കെ എണ്ണിയിരിക്കുകയാണ്. നാളെ പോയിട്ട് ഇടക്കിടക്ക് അറിയണോ? നാളെ കണ്ണാപ്പിയുള്ള പൈസ കേട്ടോ കണ്ണാപ്പി. ഇല്ല ഇവ എന്റെ അടുത്ത് പറയാലോ ആവശ്യം ഒരു 5000 കിട്ടി എനിക്ക് 2000 എങ്കിലും തരണേന്ന്. അപ്പൊ ഇതല്ല ബാബുവിന്റെ കിടക്കണ ഇപ്പം. ഇത് ഇപ്പൊ അങ്ങോട്ട് പോയി അവിടെ എത്തി എത്തേണ്ടടുത്ത് എത്തി. ഇതിനിയും ഞാൻ ഇനി ദിവസം വിളിക്കണം ഭവിഷ്യത്. താഴത്തെ 705 രൂപ, അതില് 600 രൂപ കിട്ടും. അതാണ് ഇന്നത്തെ റവന്യൂ.
600 750 400 രൂപ പിടിച്ചോട്ടു, ബാക്കി 300 ബാക്കി 300 രൂപ കിട്ടും. അതാണ് നിന്റെ ഇന്നത്തെ വരുമാനം. 300 രൂപയാണ് ഇന്നത്തെ വരുമാനം. എനിക്ക് എന്റെ സ്ട്രീമിൽ ബ്രോ പറ്റും. ഇത് പബ്ലിക് ആയിട്ട് റിലീസ് ആയി കഴിയുമ്പോ പറ്റും ഗൈസ് എല്ലാവർക്കും. ഇത് ഭവിഷ്യത് അങ്ങനെ ഇത് എല്ലാവർക്കും നോർമലി കൊടുക്കുമല്ലേ ഇതങ്ങ്? അതായത് വെരിഫിക്കേഷൻ ഉണ്ടാവും, എല്ലാവർക്കും വെരിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് വെരിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഫ്രോഡ് പരിപാടിക്കൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെരിഫിക്കേഷനും ID പ്രൂഫ് സബ്മിഷനും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും. അപ്പൊ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടും. ഞാനൊരു കാര്യം പറയണ്ട. നീ ബാബുവിനെ നീ കൊറേ കളിയാക്കിയല്ലടാ നീ, മറ്റേ ടർഫിന്റെ കാര്യമൊക്കെ പറഞ്ഞ്. അവൻ ഒന്നല്ലെങ്കിലും അവൻ കളിച്ചിട്ടുണ്ട്. ഇല്ല പറയട്ടെ, കണ്ണാപ്പി പറയട്ടെ, പറയട്ടെ കണ്ണാപ്പി. നീ ബാബു അതല്ല പറയട്ടെ കേള്, ബാബു പറയട്ടെ. ബാബു നീ ഒന്ന് വെയിറ്റ് കണ്ണാപ്പി. നീ ഇത്ര പറഞ്ഞിട്ട് നീ ആ സാശയുടെ കൂടെ പോയി തോറ്റല്ലാടാ നീ. സാശയുടെ കൂടെ ഒന്ന് പോയി തോറ്റല്ലാടാ നീ കണ്ണാപ്പി. അത്ര നാണക്കേടാവ് ടിവിയിൽ വരുത്തിയിട്ടില്ല അവൻ, കേട്ടാ കേട്ടാ കണ്ണാപ്പി. ബാബു തോറ്റടവേ. ബാബു സാശയോട് ഞാൻ ചോദിക്കട്ടെ, ബോബോയ് എന്തോ ആവട്ടെ, നീ ഇത്രയും നേരം അങ്ങനെയല്ലോ. കണ്ണാപ്പിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അവന് ബിൽഡിംഗിൽ ഒരു ചക്ക ഇന്ന് തന്നെ സാശയുടെ പേരിൽ എഴുതി വെച്ചിട്ട് തോറ്റിട്ട് വന്നിരിക്കുന്നു അവൻ. അയ്യോ നാണമില്ലാത്ത പുഴുത്ത പട്ടി, നീ അവനെ കളിയാക്കലാണ് നീ. ന്യായം പറയുന്നത് ബോബോയ് തോറ്റുന്നത്. ഒന്നുമില്ലെങ്കിൽ അവൻ ഗ്യാങ് വേഴ്സസ് ഗ്യാങ്ങിനോടാണോ തോറ്റത്? എന്തേലും വാർ വരണമെങ്കിൽ തന്നെ അവൻ ചത്തിട്ടുണ്ടെങ്കിൽ നീ പോയിട്ട് പുഴുത്ത് അതും ബോബോയിനെ അടിക്കാൻ. ആ അവള് കളിക്കുന്നത് എന്തിനാ ചോദിക്കാൻ പോയത്? ബോബോയിനെ അടിച്ചത് നീ ആര്? ബാബു സംഭവം ബാബു ഞാൻ പറഞ്ഞ സംഭവം പറയട്ടെ ബാബു. ഇവൻ ബോബോയിനെ അടിച്ചതിന് ചോദിക്കാൻ പോയതാ. ബോബോയിനെ ചോദിക്കാൻ പോയതാ. ബോബോയിനെ അടിച്ച് പറ്റിച്ചോട്ടാ അടിച്ച്. അത് 4-0 എന്തോ തോപ്പിച്ച് ബോബോയിനെ. ഇവൻ ചോദിക്കാൻ പോയതാ. ഇവന് കിട്ടിയ TDM ഉണ്ട് എക്സലൻസില്. ചോദിക്കാൻ ഞാൻ കൂട്ടുകാരൻ പോയതാ. അപമാനം കിട്ടിയോ? ഞാൻ 14, അവളും 14. ഒരു പോയിന്റ് കളിയേക്കും. നാണമില്ലാത്തവനെ. അവള് 15 ജയിച്ച്, നീ 14. അങ്ങനെ പറ. ചന്ദ്ര 14 15 എടുത്ത് ഞാൻ തനി എക്സിറ്റ് ആയി പോലും. ഇവൻ കണ്ടില്ല 15 എടുത്തത്. അപ്പൊ TDM തനി എന്നാവൂലേ? ഞാൻ എന്നാലും പോയി പുഴുത്തി. ഞാൻ എന്റെ കരിയറിൽ ഞാൻ തോറ്റിട്ടില്ല പോയി പുഴുത്താരെയും കൂടെ കേട്ട വെല്ലു വിളിച്ചിട്ട്. അത് കൂട്ടുകാരനെ വേണ്ടി ചോദിക്കാൻ പോയിട്ട് പോയി ചാവടാ. സ്വന്തം പേരിൽ ബിൽഡിംഗ് അല്ല, അതിനി മുതൽ മൂത്രപ്പുര എന്നാണ് അറിയപ്പെടാൻ പോണത്. കണ്ണാപ്പീര പോകേണ്ട സമയമായിട്ടില്ല. എന്നിട്ട് പറയല്ലേ അത് ഗ്രൈൻഡ് ചെയ്യുന്നോണ്ടാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടാണോ നീ എന്നെ 1v1 വിളിച്ചേ? മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കൊണ പറയോ അവിടെ? നീയാണോ ഇപ്പൊ ബാബുന് ഒന്നിനെ വിളിച്ചത്? പാട്ടി കഴിവാറ് അത്ര അവനെ ഉറക്കില്ലേ നമ്മള്? നമ്മളൊന്നിച്ചെന്ന ഇല്ല. പിന്നെ നീ എന്തിനാണ് ഇവനെ താങ്ങാൻ പോയത് നേരത്തെ വെറുതെ? അതിന് എനിക്ക് നിന്നെ പറയേണ്ടി വന്നത്. കുറച്ച് ഫണ്ട് മറിക്കണേ. ഇത് വേറെ ആർക്ക് അപ്രൂവൽ കൊടുത്താലും ബോബോയ്ക്ക് ഈ സോഫ്റ്റ്വെയർ അപ്രൂവൽ ഇല്ല. അവൻ വന്ന് മുട്ട വെല്ലുവിളിയാ സാശയുടെ. ദടി എന്റെ അളിയപ്പോ പരിപാടി ചോദിക്കാം. നീ എന്റെ മേത്ത് കൈവച്ചല്ലേ? ഇപ്പൊ അളിയ ഒരു കയ്യിലേക്ക് കൊടുത്ത് അടിച്ച് കറക്കി മറ്റേ തൊടയിലൊക്കെ അടിച്ച് പറഞ്ഞിങ്ങനെ വന്നിട്ട് വാടി നീ വാന്ന് പറഞ്ഞ വന്ന് അവള് കഴുത്തിന് പിടിച്ച് നേരെ ചവിട്ടി മതിലേക്ക് കയറ്റി അങ്ങ്. കഴിഞ്ഞപ്പോ അവന്റെ മുഖം കാണാൻ പറഞ്ഞു കണ്ണാപ്പീര. അയ്യോ ഇല്ലല്ലേ അവ ചത്താ പോലില്ല. അവളെ കയ്യിൽ പിടിക്കാൻ കൊടുത്ത് അവനെ അടിച്ചു തുടങ്ങിയോ? ഒരു സംശയമില്ല. പക്ഷെ നീ ചെയ്യേണ്ടത് അവളെ അടിച്ച് ജയിക്കുക. നീ ഇപ്പോഴും നീ പട്ടിയെ പോലെ ആ തോൽവിയുടെ ടാഗും കൊണ്ട് ഇങ്ങനെ പുഴുത്ത് കിടക്കണം ഇങ്ങനെ. എന്നിട്ട് നീ PC ഓണാക്കി മിനിഞ്ഞാന്നാണ്. ചുമ്മാ ഇപ്പൊ പോയത് വെല്ലു വിളിക്കരുത്. അവളിപ്പോ മറ്റേ മെന്നിയുടെ കൂടെ ഇമ്മോർട്ടൽ ലോബിൽ വാലോ കളിച്ചോണ്ടിരിക്കുകയാണ്. അവള് മെന്നിയുടെ കൂടെ ഇപ്പൊ വാലോ കളിക്കുന്നേ. ഈ കൺപവറുമായിട്ട് ചെല്ല് ഉറക്കും. ഞാൻ തൊട്ടില്ല പരിസരത്തെ പോയില്ലേ. വിളിക്കാനുള്ള
നിലവിളിക്കണം. ഡ്രീമറിനെ 1v1 വിളി. ചന്ദ്രുവിനൊക്കെ 1v1 അടിച്ച് ഉറക്കമല്ലോ. നീ എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്നോട് എന്തെങ്കിലും? ആ എന്നേലും ജയിച്ചിട്ടുണ്ടോ? ഞാൻ നീ എന്നോട് ജയിച്ചതിന്റെ ജയിച്ചിട്ടുള്ള നീ എന്നോട് ജയിച്ച 2 POV ഒന്ന് കാണിച്ചാണ് ഞാൻ ഒന്ന് കാണട്ടെ. ചന്ദ്രു അവസാനം തോക്കാറാകുമ്പോ ഒരു ട്രൈ ആഡ് ചെയ്യും. ആൾക്കാരെ വെറുതെ ട്രൈ ആഡ്. ആ അതിന് തോക്കൂല നീ. കുത്തിരിക്കോ ആ, ഈഗോ അതായത് എന്താ ഞാനേ എന്താ എന്താ അവന്റെ സംസാരിക്കല്ലേ. നീ നിനക്ക് പുതിയ PC ഒക്കെ കിട്ടിയപ്പോ നീ നമ്മളെ കൂടെ RP കളിക്കുക. നീ അങ്ങ് ഊമ്പിച്ചിട്ട് പോയല്ലടാ നമ്മളെ അങ്ങ്. പുതിയ PC ഒക്കെ നിനക്ക് നന്ദിയുണ്ടടാ എന്റെ അടുത്ത് കുറച്ചെങ്കിലും. കണ്ടിട്ടില്ല അവനെ. നിനക്ക് നന്ദിയുണ്ടടാ എന്റെ അടുത്ത്. ഏറാ നിന്റെ അടുത്ത് എന്തിനാ നന്ദി കാണിക്കാൻ ഇത് ലിങ്ക് വർക്കിംഗ് അല്ല, ഞാൻ കാശ് അയച്ചു സ്കാം എന്നൊക്കെ പറയുന്നത്. എന്റെ കൊച്ചു കുത്തി നോക്കിട്ടെ ഞാൻ. അവനാണ് OG ബോസ് അങ്ങനെ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. ഒന്ന് കണ്ണാപ്പിക്ക് അയച്ചു കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തരാം. എനിക്കിതായിട്ട് വലിയ ഇതില് വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ്. അത് റൈസർ പേ അവരുടെ പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. അതിൽ കയറി ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഗൂഗിൾ പേയിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രോഡ് പരിപാടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ചില ഫ്രോഡുകൾക്ക് പറ്റുമായിരിക്കും. മറ്റേ OTP പറഞ്ഞത് മറ്റേ ഇതടിച്ച് ഒക്കെ ചന്ദ്രബോസൊക്കെ ഇപ്പൊ അശ്വ സിറ്റിയില് ഇപ്പൊ ബോസിന് ഡിമാൻഡ്. മുച്ചിരി ബോസ് നാക്കിയ പേരവൻ. എന്റെ ചാറ്റ് ഫുള്ള് ബോസ് മുച്ചിരി സംസാരിച്ചു. ചന്ദ്രൻ ലൈവില് വരുമ്പോ ബോസ് അങ്ങനെ ബാബു നിനക്ക് നീ അങ്ങ് നിർത്ത്. നിനക്ക് എങ്ങനെയെങ്കിലും നിനക്ക് ആദ്യം വായി കിട്ടിയ നിനക്ക് 2 പേർക്ക് എടുത്ത് തട്ടോ നിനക്കുണ്ട്. നീ അങ്ങ് നിർത്ത്. എന്നിട്ട് ഞാൻ നിന്റെ കണ്ണാപ്പി നിന്റെ അടുത്തൊരു കാര്യം പറയാം. കണ്ണാപ്പി നിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. അന്ന് നീ സാശയുടെ തോറ്റപ്പോഴത്തേക്കും സാശ ഈസ് ബെറ്റർ ദാൻ കണ്ണാപ്പി എന്ന് ഇട്ടേന്റെ അത്ര ഇല്ലാട്ടാ ഇപ്പൊ നിന്റെ ചാറ്റി കാണുന്നത്. മനസ്സിലായടാ? ചന്ദ്ര നീ എനിക്ക് തന്നതിന് പകരം ഞാൻ നിന്റെ വായി തന്ന നിന്റെ മൂലം വഴി വരെ വെളി വന്നിട്ടുണ്ട് ചന്ദ്ര. ഇനി നീ എന്നെ മ്യൂട്ട് ചെയ്യണം പട്ടി. പോയേട്ടാ ബാബു ലൈവില്ലാതെ ആരടുത്ത് പറയും? കണ്ണാപ്പി കേക്കാൻ പറ്റണ്ടേ? ഇവര് എന്ത് മണ്ടന്മാരെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയ മണ്ടന്മാർ ഞാൻ എന്റെ എൻറ്റയർ ലൈഫിൽ കണ്ടില്ല. പ്രത്യേകിച്ച് ബാബു. കണ്ണാപ്പി വേച്ചു. പറഞ്ഞു നിന്റെ ഉണ്ടെന്ന്. എന്റെ ലോകമൊന്നുമില്ല പോടാ. ഇനി ഞാൻ ആരെ വിളിക്കണം? ഒരെണ്ണം ജെമിനിട്ട് ഉണ്ടാക്ക്. ബാബു പോയാ കടുവയെ പോലെ എന്റെ ഒരു പടം എടുത്തങ്ങ് വെച്ചാൽ മതി. കടുവയുടെ ഇനി മാമനെ വിളിച്ചു ചോദിക്കട്ടെ മാമന്റെ ഉണ്ടോ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ബാബുപടി വിളിക്കട്ടെ. അതിന്റെ മോൻ അയാളെ കണ്ണാപ്പി നീ സംസാരിക്കില്ലല്ലോ. എന്നെ ആര് പറഞ്ഞാലും കണ്ണാപ്പി എന്നെ എടുക്കില്ല. ഞാൻ പണി സെർവർ മാനേജ് ഉണ്ടോ ബാബുവിന്? അങ്ങനെ ഞാൻ കേറാതെ ചന്ദ്ര ഇപ്പൊ നിർത്തി ഇല്ലെങ്കിൽ ഞാൻ ഇനി എല്ലാം കൂടെ എടുത്ത് കളയും ഇപ്പൊ.
ഹലോ 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 ഞാൻ ലൈവ് ആണേ. ആ VC-യിൽ ഭയങ്കര ചൂട്. റോളെല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? ചൂടും ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. ഓ അങ്ങനെ അവിടെ കൊണ്ടിട്ട് വരുവല്ലേ? എന്ത് കൊണ്ടിട്ട് എന്തോ വിലങ്ങനെ കിട്ടിയിട്ട് വരുമല്ലേ? എന്തോ കൊണ്ട് അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത എന്തോ പറഞ്ഞു, എല്ലാരും കൊണ്ട് ഊക്കി പൊതപ്പിച്ചു. ഒന്നുമില്ല നോക്കണ്ട, ഒന്നുമില്ല, മനസ്സിലായില്ലേ? ഒന്നുമില്ല ഇവിടെ. അത് പറയണ്ട സത്യങ്ങളത് വിളിച്ച് പറയല്ലേ. ഇന്ന് ടർഫിനെ പറ്റിയുള്ള അവലോകനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ജനറൽ VC? ഞാൻ പോലെ എന്റെ റോൾ റിമൂവ് ചെയ്തോ. ചന്ദ്രന്റെ റോള് ഫുള്ള് റിമൂവ്. ഈകളോ? ബാബു സെറ്റ്. അതെങ്ങനെയാ ഡ്രീമറിനും കാട്ടി മുകളിൽ റോളുണ്ടോ ബാബുവിന്? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം ഈകളുടെ റോള് ഡ്രീമർ എടുത്ത് വായിക്കും. അത് അവരാധിക്ക്, എല്ലാരും അവരാധിക്ക്. ആള് പോയി. ഹലോ ഗൈസ്, സുഖമല്ല എല്ലാവർക്കും? നിങ്ങളത്തൊക്കെ സംസാരിച്ചിരിക്കാതെ കുറച്ചു നേരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും ഫുഡൊക്കെ എല്ലാരും ഉണ്ടല്ലേ? ഓറ കണ്ടാടാ പിള്ളേര് വന്നാണ്ടാ. കണ്ടാടാ ബാബു, മനസ്സിലായില്ലേ? ഞാൻ ഒറ്റക്കല്ലടാ, മനസ്സിലായടാ നിനക്ക്? അളിയ ഈ ബാബുവിന്റെ റോളൊക്കെ റിമൂവ് ചെയ്തല്ലേ ഡിസ്കോഡിൽ നിന്ന്? ഹലോ കണ്ണാപ്പി കുട്ടാ. ഹലോ ഡിസ്കോഡിലെ റോളൊക്കെ റിമൂവ് ചെയ്ത് ചോദിക്കാൻ പറയണേ. നീ കെഞ്ചണ്ട, വെറുതെ പറഞ്ഞാ മതി. എടാ ഈകള് പറഞ്ഞ് അവന്റെ അടുത്ത് വലിയ ഷോറൊക്കെ റോളൊക്കെ ഇട, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കിക്ക് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര, നിന്റെ റോള് പോയത് എപ്പോഴാ നിനക്ക് ഓർമ്മ ഉണ്ടോ? ഈഗിൾ പ്രോയുടെ VC വന്ന് ഈഗിൾ പ്രോ കൊട അടിച്ച് ഡിസ്കൗണ്ട് അടിച്ചില്ല, അന്നാ നിന്റെ റോള് കളയുന്നേ. ഈഗിൾ പ്രോ ചന്ദ്ര ഓർമ്മ ഉണ്ടോ നിനക്ക്? എനിക്ക് ഓർമ്മയില്ല. നിനക്ക് ഓർമ്മ നിനക്ക് എന്ത്? എനിക്ക് സെർവർ മാനേജ്മെന്റ് ഉണ്ടായിരുന്നല്ല. അത് എനിക്ക് അതിലും മേലെ ഉണ്ട്, നിനക്ക് അതിലും മേലെ ഉണ്ടായിരുന്നു. പക്ഷെ കഴ കാരണം നിന്റെ ടീഷർട്ട് അയച്ച് തരാൻ പറഞ്ഞേട്ടോ. ഇതാരെ റോളൊക്കെ ഇടുന്നേ? ഇവിടെ റോൾ ഇടുന്നത് ഈഗിൾ പ്രോയാ. വരട്ടടാ, ഞാൻ പറഞ്ഞോളാം, ഞാൻ മെസ്സേജ് ഇട്ടോളാം. ഞാൻ അന്നത്തെ ക്ലിപ്പിൽ ഒന്നും കൂടെ വെട്ടിക്കൊണ്ടിടാ. വെയിറ്റ് പറട്ടടാ, ഇവിടെ കത്തും. TV ഷാരൂഖ് ഖാൻ കിട്ടിയാട്ടോ ചന്ദ്രൻ അറ്റം വരാ. സെർവറിൽ നിന്ന് ഇറങ്ങി പൂച്ച പോയിട്ട് അപ്പുറം ഇപ്പുറം ഗേറ്റിൽ പോയി തട്ടണ പോലെ അപ്പുറം ഇപ്പുറം VC-യിലൊക്കെ പോയിരിക്കുന്നത്. ഇല്ല ഞാൻ പിള്ളേരുടെ കുറച്ച് സംസാരിക്കാൻ പോയതാ. സംസാരിച്ചാൻ പോയി. ഹലോ അമ്മ, ലൈവ് അമ്മ പറ. എന്താ ഉണ്ടോ പറഞ്ഞോ? സെർവറില്ലടാ, എന്നാ രാവിലെ സംസാരിക്കാം. സെർവറില്ലേ? എനിക്കറിയത്തില്ല സെർവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എടാ കണ്ണാ, നീ എത്ര മണി വരെ ലൈവ് ഉണ്ടാവും? ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ നേരം കാണത്തുള്ളൂ. ആവശ്യമായിട്ട് ഒരു 10-20-25 അരമണിക്കൂർ മാക്സിമം. ഞാൻ ചന്ദ്ര ഈ സാധനം കിക്കിലും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിക്കിൽ എങ്ങനെ മീൻസ് ലിങ്ക് പിൻ ചെയ്താൽ മതി? അതുപോലെ ലിങ്ക് പ്രൊഫൈലിൽ എവിടെങ്കിലും ഇട്ടിരുന്നാ മതി. പോടാ, അപ്പൊ എവിടെ നിന്ന് വേണം ചെയ്യാം.
അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിന്റെ കിക്ക് ഇതിൽ പ്ലേ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യും സൂപ്പർ ചാറ്റ് മാത്രം ചെയ്യാം. യൂട്യൂബ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ ലൈവ് ഇല്ലേ, നിനക്ക് ഇവിടെ നിന്ന് മിസ് ചെയ്യണ്ട, നേരെ അവിടെ പോയി അവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന് സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ബാക്കി ഇവിടെ കാണാം. ഓ അങ്ങനെ. ഓ കിക്കിൽ അതുപോലെ API ഏതൊക്കെയാ കൊടുക്കുന്നത് നോക്കണം. ബാൻ ആകുന്നു നോക്കണം. ഇപ്പൊ യൂട്യൂബിന്റെ ഇതനുസരിച്ചിട്ട് ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം ഇല്ലെന്നാണ് യൂട്യൂബിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഡയറക്റ്റ് അത് ചാറ്റിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്തതാണ്. ലൈക്ക് ഇപ്പൊ ഒരു സൂപ്പർ ചാറ്റ് വരുന്ന സമയത്ത് ചാറ്റ് ബോട്ട് വന്നിട്ട് ചാറ്റ് ചെയ്ത് പറയും ഇന്ന ആൾ ഇത്ര രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബാനബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത്. നോക്കട്ടെ അല്ലെ പോയിട്ട് വരാം. എന്റെ ഡിസ്കോഡ് റോൾസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണടാ. ഓപ്പൺ ആണല്ലോ. ഓക്കെ ശരി.